പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചത് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ്. ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ അങ്ങ് എപ്പോഴും സന്നദ്ധനാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിസ്മസിൻ്റെ ചൈതന്യത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് പുതുവത്സരത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ മക്കളെപ്പോലെ അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ വേണ്ട കൃപയും അഭിഷേകവും ഈ ദിവസങ്ങളിൽ അവിടുത്തെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പുതുവത്സരത്തിലേക്ക് പതുക്കെ പ്രവേശിക്കാൻ പോകണം. 2025 നമ്മളെ വിട്ടു പോവുകയും 26 പ്രവേശിക്കാൻ വേണ്ടി ക്രിസ്മസിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. നമ്മൾ ഇന്നലെ കണ്ടു, നമ്മൾ കർത്താവിനെ സ്വന്തമാക്കി കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കേണ്ടവരാണ്. ഞാൻ പറയും, ഒരു കൃപാജീവിതം. ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ കൃപാജീവിതമാണ്. എന്താണ് കൃപാജീവിതം എന്ന് പറഞ്ഞാൽ? 1 യോഹന്നാൻ സുവിശേഷം 1:14 പറഞ്ഞുകൊണ്ട്, നാം എല്ലാവരും അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ജീവൻ്റെ സമൃദ്ധി. അപ്പോൾ ഇനി നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? സാധാരണക്കാരെ പോലെ ആവരുത്. കൃപാജീവിതം, കൃപയാൽ നയിക്കപ്പെടുന്ന, കൃപയാൽ നിയന്ത്രിക്കപ്പെടുന്ന, കൃപയാൽ ശക്തിപ്പെടുത്തുന്ന ജീവിതമായിരിക്കണം. അതാണ് കൃപാജീവിതം. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കൃപാജീവിതമാണ്. മാത്രമല്ല ദൈവൈക്യ ജീവിതം. ദൈവം ഐക്യപ്പെട്ട് ദൈവത്തോട് ഒന്നായി തീർന്ന് ദൈവം നയിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറണം നമ്മുടെ പുതിയ നിയമ ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കയ്പിൻ്റെ അനുഭവങ്ങളൊക്കെ വരും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശപിക്കപ്പെട്ട മണ്ണാണ്, മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളുണ്ട്, പിശാച് ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും, മറ്റുള്ളവർ നമ്മളെ മുറിവേൽപ്പിക്കും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഇതെല്ലാം വരുമ്പോഴും ഇതൊന്നും നമ്മൾ ചുമന്നുകൊണ്ടെടുക്കാൻ പാടില്ല. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ നിയമത്തിലെ മക്കളാണ്. ആരാണ്? കൃപയാൽ നയിക്കപ്പെടുന്ന ദൈവൈക്യത്തിൽ ജീവിക്കുന്ന മക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ പല വെറുപ്പും വാശിയും അല്ലെങ്കിൽ മുറിവുകൾ, വേദനകൾ, പരാതി, പരിഭവം, ഇതൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനോ നമ്മുടെ വരും നാളിലെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താനോ അനുവദിക്കരുത്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. ഓരോ ദിവസത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയ സ്നേഹമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചുമന്ന് നടക്കരുത്. ഇന്ന് അനേകം പേര് കഴിഞ്ഞ നാളത്തെ സംഭവങ്ങൾ ക്ഷമിക്കത്തില്ല. അതിൻ്റെ പേരിൽ വാശി, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പ്രതികാര ചിന്ത. ഇത് നമുക്ക് പറ്റിയതാണോ? കൃപാജീവിതം ജീവിക്കുന്ന, ദൈവൈക്യത്തിൽ ജീവിക്കുന്ന, ദൈവത്താൽ നയിക്കപ്പെടുന്ന മക്കളായി നമുക്ക് പറ്റിയതാണോ? നമുക്കുണ്ടോ? അത് കുറേ ഉണ്ട്. അതുകൊണ്ട് ദൈവമാകെ ഈ 2026 പ്രവേശിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ജീവിതം അന്തസ്സോടെ ജീവിക്കണം, വൃത്തിയോടെ ജീവിക്കണം. വെറുപ്പ് അത് അതുകൊണ്ട് അതെന്ത് ചെയ്യേണ്ടത്? തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താൻ പാടില്ല. നമുക്ക് ദൈവത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കാൻ പറ്റുമോ? നമുക്കെപ്പോഴും പ്രത്യാശയാണ്. എന്തു വന്നാൽ അതല്ലേ, വീണാലും ഞാൻ എഴുന്നേൽക്കും, എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. എനിക്ക് പ്രശ്നമുണ്ടെന്ന്. പ്രശ്നമില്ലാത്ത മനുഷ്യരാരോ ഉള്ളത്? ഈ ലോകത്തിലാണോ? ഈ ജഡത്തിലാണോ? പ്രശ്നം ഉണ്ടാവും, രോഗം ഉണ്ടാവും. മനുഷ്യരുടെ ഇടയിലാണോ? മനുഷ്യർക്കൊക്കെ കുറവുള്ളവരാണല്ലേ. എനിക്ക് കുറവുണ്ട്, നിങ്ങൾക്ക് കുറവുണ്ട്, ഭർത്താവിന് കുറവുണ്ട്, ഭാര്യയ്ക്ക് കുറവുണ്ട്. നിങ്ങളുടെ എല്ലാ മക്കൾ കുറവുണ്ടാണ്ടിരിക്കില്ല, മക്കൾക്കും കുറവുണ്ട്, എല്ലാം കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ക്ഷമിച്ചേ പറ്റൂ. ക്ഷമ എവിടെ നിന്ന് വരുന്നത്? നമ്മൾ വിചാരിച്ച നടക്കൊന്നുമില്ല. ക്ഷമ വരണമെങ്കിൽ എന്നിൽ വസിക്കുന്ന ദൈവം എന്നിൽ പ്രവർത്തിക്കണം.
അത് ഞാൻ പറഞ്ഞ ഞാനല്ല. ആ ഒരു തലത്തിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി ബലം പിടിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി ബലം പിടിച്ചല്ലേ ഞാൻ ക്ഷമിച്ചു. എവിടെ ക്ഷമിച്ചു എന്ന് ഇപ്പം ഞാൻ പറയാണ്. പ്രകാശം വന്നാൽ എന്ത് സംഭവിക്കും? പ്രകാശം വന്നാൽ അന്ധകാരം താനേ മാറിപ്പോവും. അല്ലെങ്കിൽ മാറിപ്പോടാ അന്ധകാരമേ, മാറിപ്പോടാ അന്ധകാരം പറയുന്ന കാര്യമുണ്ടോ? മാറിപ്പോക്കോളും. ഇപ്പം എന്ത് വന്നാൽ മതി? പ്രകാശത്തെ സ്വീകരിക്കണം. പ്രകാശം വന്നാൽ മതി. അപ്പോൾ ഇരുട്ട് മാറാൻ വേണ്ടി നമ്മൾ ഒരു പണി ചെയ്യണ്ട. ഇതുപോലെ ഈശോ നമ്മിൽ ജനിച്ചാൽ, ഈശോ നമ്മിൽ നിറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ക്ഷമിച്ചിരിക്കും. ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈശോ നമ്മിൽ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ പഴയ നിയമം ജോസഫ് ഉണ്ടല്ലോ, നമുക്കറിയില്ലേ ജോസഫ്. അവൻ ക്ഷമിച്ച ക്ഷമ ഉണ്ടോ നിങ്ങൾ? അല്ലേ? അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ സഹോദരന്മാർ, അവനെ ഈജിപ്തുകാർക്ക് വിറ്റ സഹോദരന്മാർ, അവനെ ഒരു കാരണമില്ലാണ്ട് കാരാഗൃഹത്തിൽ പറഞ്ഞു വിട്ട പോത്തിഫറിൻ്റെ ഭാര്യ, അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടും അതിന് നന്ദി പ്രകാശിപ്പിക്കാത്ത പാനപാത്രവാഹകൻ, ഇവരൊക്കെ നമ്മളാണെങ്കിലോ ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്ക് കിട്ടി പണി വേണമെന്നല്ലേ? അല്ലേ? നിങ്ങളൊക്കെ പുണ്യന്മാരാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? പ്രിയപ്പെട്ട നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, വാശിയായിരിക്കും. കാണിച്ചു കൊടുക്കാൻ പരിപാടി. ജോസഫ് നോക്കിയേ, ജോസഫ് ഉന്നത സ്ഥാനീയനായി, ഈജിപ്തിന് അധിപനായി, ആരെയും നിയന്ത്രിക്കാം. ഇത്രയും അധികാരത്തിലേക്കും സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അവൻ ആ സഹോദരന്മാർ അവസാനം വരാണ് അടിമകളെ പോലെ. അവൻ്റെ ഫുൾ കൺട്രോളിൽ. അതെന്താ പറഞ്ഞ? അവനറിയാം, എന്തറിയാം? ദൈവം അറിയാതെ ഒരു കാര്യവും നടക്കില്ല. ഈ ഉണ്ടായ അനുഭവങ്ങൾ, ഈ തിക്താനുഭവങ്ങൾ, ഈ വലിച്ചെറിയപ്പെട്ടത്, ഞാൻ വെറുക്കപ്പെട്ടത്, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? അവസാനം ജോസഫുണ്ട്, ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമായ കർത്താവാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. അയച്ച വഴി കണ്ടില്ലേ? അല്ലേ? അയച്ചത് എങ്ങനെയാ? പൊട്ടക്കിണറ്റിൽ വെറുത്ത് അടിമയായി വിൽക്കപ്പെട്ട് വീണ്ടും കാരാഗ്രഹത്തിൽ പോത്തിഫറിൻ്റെ ഭാര്യ, വീണ്ടും എന്തെല്ലാം സംഭവങ്ങളാ. അതിനെല്ലാം ശേഷമാണ് ദൈവം അവനെ ഉയർത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മളൊന്നും ചെയ്യണ്ട. ദൈവമേ നീ ഇടപെടണം. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഏത് അവസ്ഥയിലും, ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാലും, ആരെല്ലാം തിരസ്കരിച്ചാലും, എന്തെല്ലാം സംഭവങ്ങളുണ്ടായാലും അവിടെ ദൈവമേ നീ ഇടപെടണം. ഞാൻ നിൻ്റെയാ, നിൻ്റെ അവകാശമാണ്, എനിക്കൊന്നുമില്ല. ആ ഒരു തലത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചാൽ പിന്നെ ദൈവം അതിനുകൊണ്ട് അഭിഷേകവും കൃപയും ശക്തിയും ഒക്കെ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 13-14 വചനത്തിൽ പൗലോസ്ലീഹ പറയാണ്, എൻ്റെ പിന്നിലുള്ളതിനെ വിസ്മരിച്ചിട്ട് എൻ്റെ മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു സ്വന്തമാക്കി. അതുകൊണ്ട് എനിക്ക് പിന്നിലുള്ളതിനെ ചിന്തിച്ചിരിക്കാൻ സമയമില്ല. നമ്മളെന്താ ചെയ്യുന്നത്? ഇരുന്നൂറ് ചിന്തിക്കാണ്. നാളെ ഒരു മരുമകളെ കുറിച്ച് പറയാം. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മായിമ്മ എന്തോ പറഞ്ഞു. അമ്മായിമ്മ ചാവാറായി, ഇവൾക്ക് 3-4 പിള്ളേരുമായി, ഇവളും ഏകദേശം പ്രായമായി. ആ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നും ചാവാൻ കിടക്കുന്ന തള്ളേനെ തള്ളേ അന്ന് അങ്ങനെ പറഞ്ഞില്ലടി, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. മറക്കില്ല, ക്ഷമിക്കില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പെറുപെറുപ്പ്, പരാതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ കണ്ണി കണ്ട സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ട് ആ ക്ഷമ, ഈശോ എങ്ങനെ ക്ഷമിച്ചേ? ഈശോയ്ക്ക് വെറുക്കാനുള്ള കാരണം ഉണ്ടായിരുന്നോ? ഹലോ, എന്തോരം കാരണമുള്ളേ? ഒന്നും ചെയ്യാണ്ട് ഈശോയെ അതുപോലെ പീഡിപ്പിച്ച് പരിഹസിച്ച് കുടിച്ച് തറച്ച് ആ കുടിച്ച് കിടക്കുമ്പോഴും ഇറങ്ങി വാടാ, നീ തെളിയിക്കണം എന്നെ വെല്ലുവിളിച്ചപ്പോൾ നമ്മളെന്ത് ചെയ്തേനെ? ഇറങ്ങി വരാൻ പറ്റും, പണി കൊടുക്കാൻ പറ്റും. നമുക്കൊന്നും പറ്റാഞ്ഞിട്ട് വരെ നമ്മളെന്താണ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്കെല്ലാം ചെയ്യാം. ഈശോ ഒന്നും മിണ്ടണില്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കുക. ഇത് ആരുണ്ടെങ്കിലേ പറ്റുള്ളൂ. മനുഷ്യപ്രകൃതി കൊണ്ട് പറ്റൊന്നുമില്ല. ഈശോ നമ്മിലുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളെന്താ പരിശോധിക്കേണ്ട? ഇന്ന് എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടോ? ഇനി അതില്ലെങ്കിൽ ഞാൻ പറയും, ഇനി എന്തുണ്ടെങ്കിലും നമ്മൾ ആ ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, നീ ഇടപെട്, നീ ശക്തിത, നീ ആ കൃപത, നീ ആ ജീവന്ത, അങ്ങനെ ഈശോയോട് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, ക്ഷമിക്കാൻ പറ്റി തന്നെ. നമ്മളിപ്പോൾ കാർന്നമാർ പറയില്ലേ, ആട്ടും സുപ്പിനേക്കാൾ
ഗുണം ഉള്ളതാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് പറയുകയാണെങ്കിലും നമ്മുടെ മുറിവുകൾ ഒത്തിരിയുണ്ട്. പറയാനില്ല, ഇഷ്ടം പോലെ ഇല്ലേ. ഞാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയില്ല, എനിക്ക് അർഹതപ്പെടുന്നത് കിട്ടിയില്ല, ഞാൻ എന്ത് ചെയ്യണം എനിക്ക് കിട്ടിയ ഇങ്ങ് സംഭവിച്ച ഈ വേദനകൾ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു അല്ലേ. ഞാൻ എന്തുമാത്രം ഇപ്പം നിങ്ങളോട് അമ്മമാരോട് പറയും, അമ്മ കുറേ പ്രാർത്ഥിച്ചില്ലേ, മക്കൾ എന്താ കിട്ടിയേ ചോദിക്കില്ലേ? ഒന്നും ചോദിക്കില്ല. അപ്പം എന്താ പറയുക? അങ്ങനെ കുറേ ചോദ്യങ്ങളും വേദനകളും കിട്ടായ്മകളും ഇല്ലായ്മകളും രോഗങ്ങളും ഒത്തിരി പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നെ അനർഹമായിട്ടുള്ള വേദനകൾ. ഇപ്പം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. കഴിഞ്ഞ ദിവസം അപ്പം പറയുകയാണ്, മോന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. ഇവന് ദൂർത്തടിച്ച് അവൻ ജീവിക്കുക. ഒരു ഫാർമസി ഒരു കട അവന് തന്നെ ഇട്ട് കൊടുത്തു. ഇവനെ പൈസ മുഴുവൻ ചിലവാക്കും, അടിച്ചു പൊളിക്കും. എല്ലാ മാസവും അപ്പൻ വിദേശത്താ, 40,000 രൂപ കട നടത്താൻ വേണ്ടി അപ്പം കൊടുക്കണം. അപ്പോൾ അവസാനം അപ്പം പറഞ്ഞു, പിന്നെ എന്തോ പറഞ്ഞിട്ടൊന്ന് ചെറിയ മുടക്കി, ദേഷ്യപ്പെട്ടു. അപ്പോൾ അവൻ പറയുന്നു, എടോ തന്തേ, എന്നോട് കളിക്കരുട്ടോ, നിനക്ക് ഞാൻ പണി വരും. അപ്പനോട് അപ്പൻ ചങ്കുപൊട്ടി വിളിക്കുകയാണ്, എൻ്റെ അച്ഛൻ ഞാൻ എന്താ ചെയ്യണ്ടേ അച്ഛാ? അപ്പൻ എന്ത് പറയും? അപ്പൻ്റെ വേദന. അങ്ങ് ആഫ്രിക്കയിൽ കിടന്ന് കഷ്ടപ്പെടുക കുടുംബത്തിന് വേണ്ടി. മോൻ ഇവിടെ കാണിക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത, താങ്ങാൻ പറ്റാത്ത വേദനകളും കയ്പുകളും മുറിപ്പാടുകളും സങ്കടങ്ങളൊക്കെ നമുക്ക് പല വിധത്തിലുണ്ട്. പക്ഷെ ഇത് ഞാൻ പറയും, ഈ വേദനകളും ഈ കഷ്ടപ്പാടുകളും ഈ നൊമ്പരങ്ങളും നമ്മളെങ്ങോട്ട് കൂടുതൽ എളിമപ്പെടുത്തി ആനയിക്കണം? നമ്മുടെ കർത്താവിലേക്ക്. നമ്മുടെ കർത്താവിലേക്ക് അടുക്കുക. ഞാൻ പറയുന്നത് എല്ലാത്തിനും കർത്താവാണ് ഉത്തരവുള്ളൂ. എന്തിനു പരിഹാരം കർത്താവുള്ളൂ. നമ്മുടെ മാനുഷികമായി ചിന്തിച്ചാൽ നമുക്കൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കർത്താവ് ഇതൊക്കെ തന്നെ. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഈ ചില ആൾക്ക് പറയും, അച്ഛാ കംപ്ലീറ്റ് പ്രശ്നമാണ്. അപ്പം ഞാൻ പറയും, പ്രശ്നം വേണം. എന്തിനാ പ്രശ്നം ഉണ്ടെങ്കിലേ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുള്ളൂ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങൾ, വേദനകൾ, സഹനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, തിരസ്കരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും, ദൈവാശ്രയത്വത്തിലേക്ക് നയിക്കും, എളിമയിലേക്ക് നയിക്കും. അഹങ്കരിച്ച് ദൈവത്തെ വിട്ടു പോകാതിരിക്കാൻ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഈ സഹനങ്ങളെ നമ്മൾ ക്ഷമിക്കാൻ നോക്കുക അല്ലേ. ക്ഷമിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ എന്ത് വേണം? അതിനുള്ള കൃപ വേണം. ക്ഷമ എന്താണ്? പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോൾ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം. ക്ഷമ മനുഷ്യൻ്റെ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ. നമ്മൾ ആരുടെ മക്കളാ? ദൈവത്തിൻ്റെ മക്കള്. അപ്പോൾ നമ്മൾ റോമ 8:14 പറയില്ലേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവണം. നമ്മൾ വിളിക്കപ്പെട്ടത്, വേർതിരിക്കപ്പെട്ടത്, ഉയർത്തപ്പെട്ടത്, നമ്മൾ മാമോദിസായിലൂടെ ദൈവത്തിൻ്റെ മക്കളാക്കി ദൈവം മാറ്റിയത് നമ്മൾ സാധാരണ ജീവിതം ജീവിക്കാനല്ല. അപ്പം അതുകൊണ്ട് പണ്ടത്തെ ആദിമസഭയുടെ കൂട്ടായ്മ, അവരുടെ ക്ഷമ, പങ്കുവയ്ക്കൽ, ആ സ്നേഹം കണ്ടിട്ടാണ് അനേകം പേര് അവരിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കേണ്ട മക്കളാണ്. 2 കൊരിന്തോസ് 5:17 വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ ഈ 2026 പ്രവേശിക്കുമ്പോൾ ഈ ഒരു വലിയൊരു അഭിഷേകം, എന്താണ് ആ പുതിയ അഭിഷേകം? ക്രിസ്തുവിൽ ആയിരുന്നു ആ ദൈവൈക്യത്തിൽ നിറയപ്പെട്ട്, കൃപയാൽ നിറയപ്പെട്ട് ഒരു കൃപാജീവിതം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇതിനാ എന്നിലുള്ള വേണ്ടാത്തൊക്കെ ഉപേക്ഷിച്ച്, പൗലോസ് പറഞ്ഞ പോലെ എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച്. ഇന്ന് അനേകം പേര്, ഞാനിങ്ങനെ പറയും, ഇന്ന് മനുഷ്യന്മാർ അങ്ങനെയാണെന്നറിയോ നടക്കണേ? ഒരു വലിയ കൊട്ട, പണ്ട് ഈ കരിയിലൊക്കെ ഇല ഉണങ്ങിയ ഇല വേറെ വലിയ കൊട്ടുണ്ട്. ആ കൊട്ടയിൽ ഇങ്ങനെ പറയും, കഴിഞ്ഞ കാലത്തിലെല്ലാം ഉണ്ട്, കഴിഞ്ഞ കാലത്തിലെ ഒന്നും കളഞ്ഞിട്ടില്ല, ഭാവി ജീവിതത്തിൻ്റെ എല്ലാം ഉണ്ട്, പിന്നെ ഇന്നത്തെയും കൂടി ഉണ്ട്. ആർക്കെങ്കിലും ചുമക്കാൻ പറ്റുമോ? ഹലോ, ചുമക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങൾ ചുമന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുമക്കാൻ പറ്റൂല. ഏത് വമ്പനും ചുമക്കാം. അതുകൊണ്ട് ഈശോ പറഞ്ഞേ, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. നമ്മളിന്ന് എന്തിലും ആശ്രയിക്കണേ?
ദൈവത്തിനെയൊക്കെ നമുക്ക് എന്തിനാണ്? നമ്മുടെ കാര്യങ്ങൾ നടക്കണം, നമുക്ക് പരീക്ഷ പാസ്സായി കിട്ടണം, പഠിക്കാതെ നമുക്ക് ജയിക്കണം. ഇത് നമ്മുടെയൊക്കെ ഊടായ്പ പരിപാടി. ഇതല്ല, നമുക്ക് ദൈവത്തെ സ്വന്തമാക്കി, ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തെ നയിക്കുക. അപ്പം അതിനുള്ള ജീവിതം ജീവിക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തിനുള്ളതാണ്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ, എപ്പോഴും ദൈവത്തിൽ ശരണപ്പെടാൻ. ഇനി ഇതിന് പറ്റായ്മകൾ നമുക്കെല്ലാവർക്കും, മനുഷ്യർക്ക് പറ്റില്ല സഹോദരങ്ങളെ, നമുക്ക് പറ്റില്ല. എന്നാൽ നമുക്ക് പറ്റാത്തത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ ദൈവം സർവാധിപനാണ്, സർവശക്തനാണ്. ആ ദൈവം കൂടെ വസിക്കും, എന്നെ സഹായിക്കും, എന്തിനു സഹായിക്കും. അതാണ് ജോബ് അവസാനം പറഞ്ഞില്ലേ 42:2, കർത്താവേ അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ല ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവത്തോട് പറയണം, ദൈവമേ എന്നെ സഹായിക്കണം, എന്നെ ബലപ്പെടുത്തണം, എനിക്ക് അങ്ങയെപ്പോലെ ജീവിക്കണം, ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് എനിക്ക് ജീവിക്കണം. അപ്പം അതിനുള്ളൊരു തീരുമാനമെടുത്തിട്ട് അതിനു വേണ്ട അഭിഷേകം, കൃപാദാതാവായ ഈശോ നമ്മിലുണ്ട്. അപ്പോൾ ഈശോയോട് പറയണം, ഈശോയോട് ചോദിക്കണം. അങ്ങനെ നമുക്ക് ഈ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ കയ്പുകൾ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ശരിക്കും ചെയ്യണം കേട്ടോ, കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ വേദനകൾ, മുറിവുകൾ, സങ്കടങ്ങൾ, പരാതികൾ, പെറുവിറുപ്പ്, ഇതെല്ലാം നമ്മൾ തമ്പുരാൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ട് നമ്മളുടെ പുതിയ അഭിഷേകത്തോടെ, എൻ്റെ കൂടെ കർത്താവുണ്ട്, പുതിയ കൃപ. ഞാൻ പറയും, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആവരുത് ഇനി വല്ല കാലം. ഇന്ന് പലർക്കും അങ്ങനെയാണ്, കഴിഞ്ഞതിനെ മുഴുവൻ കണ്ടിന്യൂവേഷനാണ്, ഇങ്ങനെ ഒന്നും വിടില്ല. ഇത് അങ്ങോട്ട് പിന്നിലുള്ളവയെ വിസ്മരിക്കണം, മുറിച്ചു മാറ്റണം. പല സംഭവിച്ചിട്ടുണ്ട്, അതില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അതുണ്ട്, അത് നമ്മൾ മുറിച്ചു മാറ്റിയിട്ട് വിസ്മരിച്ചിട്ട് എൻ്റെ കർത്താവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവിനെ സഹായിക്കും. എനിക്കെന്ത് കുറവുണ്ടേലും, പിന്നെ ഒരു കാര്യം ഓർത്തോ, നമ്മുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും സഹനങ്ങളിലുമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണ്ടി നിറച്ചു വച്ചിരിക്കുന്നത്. നോർത്തോയ്ക്കോ. അപ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് ഭയങ്കര വിക്കനാണ്, സംസാര ശക്തിയില്ലാത്തവനാണ്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഡിപ്രഷനൊക്കെ വന്നു. ഡിപ്രഷൻ വന്ന് 3-4 മാസം ഡിപ്രഷൻ മരുന്നൊക്കെ വെച്ചു. ഞാൻ ഓർക്കുന്നുണ്ട് ആ കാലഘട്ടം. പിന്നെ ചില സംഭവങ്ങൾ, ആ സംഭവത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് സത്യം പറയാം എൻ്റെ ദൈവബന്ധം ആഴപ്പെട്ടതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഈ ജീവിതത്തിൽ, അങ്ങനെയാണ്. അതുകൊണ്ട് ആ പ്രഭാഷകൻ 2:4 പറഞ്ഞില്ലേ, വരുന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിച്ചു കൊള്ളുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ ചൂളയിലും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ സഹനങ്ങൾ ഉണ്ടാകും. അതൊരു ഈശോ എന്താ പറഞ്ഞ, അവസാനം വരെ സുഖിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ല, എന്താ പറഞ്ഞേ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവസാനം വരെ സഹനം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, സഹനമില്ലാത്ത നമുക്കെന്താണ് പരാതി തന്നെ, പരിഭവം തന്നെ, പിറുവിറുപ്പ് തന്നെ, സങ്കടം തന്നെ. എന്തുകൊണ്ടാ? എനിക്കൊന്നും വരാൻ പാടില്ല, എനിക്ക് രോഗം വരാൻ പാടില്ല, എനിക്ക് സഹനം വരാൻ പാടില്ല, ഞാൻ തോൽക്കാൻ പാടില്ല. അങ്ങനെ ജീവിതമില്ല. നീ തോൽക്കും. നമ്മുടെ മക്കളെയൊക്കെ തോൽക്കാൻ പഠിപ്പിക്കണം, മനസ്സിലായോ? തോൽക്കാൻ പഠിപ്പിക്കണം. ഇന്നെല്ലാം ജയിക്കണം. തോറ്റ് ഞാൻ അപ്പം ഡിപ്രഷൻ. ഇന്ന് ഡിപ്രഷൻ്റെ കളിയാണ്, മരുന്നൊഴിക്കൽ, ഡിപ്രഷൻ. പിന്നെ അതില്ലെങ്കിൽ ജീവിക്കണം. അന്ന് മക്കൾക്ക് പെട്ടെന്നാണ് മരണം, ആത്മഹത്യ. എനിക്ക് ജീവിക്കണമെന്ന് മടുത്തു. എന്താ പറ്റിയ? ഒരു വിഷയം തോറ്റുന്ന്. നമ്മളൊക്കെ 100 വിഷയം തോറ്റാൽ നമ്മൾ ഇങ്ങനെ പയറുപോലെ നിൽക്കില്ല, ഒരു പേടിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ശക്തി നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശക്തി, നമ്മുടെ കൃപ, നമുക്ക് ലഭിച്ച ജീവൻ, നമുക്ക് ലഭിച്ച ദൈവത്തെ അതുപോലെ ചേർത്ത് പിടിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ഞാൻ പറയും, നമുക്കൊരു പരാതിയില്ല, ഒരു പരിഭവമില്ല. പിന്നെ വേറൊന്ന്, നമ്മൾ ശരിക്കും ഈശോയെ സ്വന്തമാക്കിയ പിന്നെ ആരാണ് ജീവിക്കുന്നത്? നമ്മളല്ല. കൊച്ചി രസപ്പണിയാളത്തി ഈ കുർബാന സ്വീകരണത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു തുള്ളി വെള്ളം കടലിൽ വീണ് കടലായിത്തീരുന്നത് പോലെ ത്രേസ്യാകുന്ന ഒരു തുള്ളി വെള്ളം കടലാകുന്ന ഈശോയിൽ വീണ് പിന്നെന്തായിട്ട് മാറി? കടലായി മാറി. ഒരു പാട്ടുണ്ടല്ലോ, കടലോട് ചേരുമ്പോൾ കടലായിത്തീരുന്ന ഒരു തുള്ളി വെള്ളം. ഇതുപോലെ നമ്മൾ
ക്രിസ്മസിൻ്റെയൊക്കെ ചൈതന്യം എന്താ? ക്രിസ്തുവിൽ വീണു. കടലിൽ വീണ ഒരു തുള്ളി വെള്ളത്തിന് പിന്നെ അസ്തിത്വം ഉണ്ടോ? ഹലോ, കടലിൽ വീണ ഒരു തുള്ളി വെള്ളത്തിന് പിന്നെ ആ തുള്ളി വെള്ളത്തിന് അസ്തിത്വം ഉണ്ടോ? നോ. പിന്നെ കടലേ ഉള്ളൂ. പിന്നെ കടല നയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ നിറഞ്ഞ് ക്രിസ്തുവിനെ നയിക്കപ്പെടുന്ന അവൻ്റെ സ്നേഹം, അവൻ്റെ ക്ഷമ, അവൻ്റെ കരുണ, അവൻ്റെ ശക്തി, അവൻ്റെ സ്വഭാവം, ഇതിലേക്ക് നമ്മൾ വളരണം. അതിന് സാധിക്കും. വേറെ ഒന്നും ചെയ്യണ്ട. കർത്താവെ അങ്ങനിൽ നിറയണം, അങ്ങനെ നയിക്കണം. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ ക്ഷമ, അങ്ങയുടെ ശാന്തത, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ ശക്തി. കുരിശിക്കിടക്കുമ്പോഴും പരാതിപ്പെടാതെ, ആരോടും പരാതിയില്ല, പരിഭവമില്ല, നിരാശയില്ല, വെറുപ്പില്ല, ഒന്നുമില്ല. കർത്താവിന് എന്തെല്ലാം പറയും? സ്ലീഹന്മാരെ കുറ്റം പറയായിരുന്നു, യൂദാസിനെ കുറ്റം പറയായിരുന്നു, പിതാവായി ദൈവത്തെ കുറ്റം പറയായിരുന്നു. പക്ഷെ കർത്താവിന് പരാതിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജീവിതത്തിലുള്ള എല്ലാ കയ്പുകളും വിടാൻ റെഡിയാണോ? റെഡിയാന്നൊക്കെ പറയും. അതിന് ശരിയായ നിങ്ങൾക്ക് കൊള്ളാം. നമ്മൾ ഫ്രീ ആയിട്ട് പോവാ. ഭാണ്ഡക്കെട്ട് വേണ്ട. മനസ്സിൻ്റെ സൗഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ അടിസ്ഥാനമാണത്. അത് നമ്മൾ ചെയ്താൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളുടെ അതല്ലേ നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിക്കുക. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണമായിരിക്കുക. അതുകൊണ്ട് ഈശോ പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിച്ച ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കെല്ലാവർക്കും കുറവുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിൽ നിന്നുണ്ടായ മുറിവുകൾ, മക്കളിൽ നിന്നുണ്ടായ വേദനകൾ, ഇന്ന് ഒത്തിരിയേറെ മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നുണ്ടാകുന്ന വേദനകൾ, സഹോദരന്മാർ, അമ്മായിമ്മ, മരുമക്കൾ, ഇവരിൽ നിന്നൊക്കെ ഉണ്ടായ ഒത്തിരിയേറെ മുറിവുകളുണ്ട്, നമുക്ക് വേദനകളുണ്ട്. ഇതെല്ലാം നമുക്ക് വിട്ടുപേക്ഷിക്കാം. ഇനി പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പരിഹരിക്കുന്നവനുണ്ട്, എൻ്റെ കർത്താവ്. കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കും. നീ ചുമക്കേണ്ടെന്ന് ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അരികിലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ തന്നെ ഈ ഭാരമേറെ കുടിച്ച് ചുമന്ന നമ്മുടെ വേദനകളാണ്. ഏശയ്യ 53, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ മുറിവുകൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേറ്റത്, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമുക്ക് വേണ്ടി എല്ലാം ഏറ്റെടുത്ത കർത്താവ് നമ്മുടെ ഭാരങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കർത്താവിൻ്റെതാണെങ്കിൽ പിന്നെ എന്തിനാണോ നമ്മൾ നമ്മുടേതെന്ന് വിചാരിച്ച് കിടന്ന് വിഷമിക്കുന്നത്? എൻ്റെ ആവശ്യമുണ്ടോ? പറഞ്ഞേ നമ്മൾ നമ്മുടെ ആണോ? ഈ നമ്മുടെ ആണോ? നമ്മൾ ഈശോ ഉണ്ട്, നമ്മളിവന് വിഷമിക്കേണ്ട കാര്യമില്ല. ഈശോയുടേതാണ്. കർത്താവ് ഞാൻ പറയും, ഇപ്പോൾ ക്യാൻസർ വന്ന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ പറയും, കർത്താവേ, നിൻ്റെ സ്വന്തമായ നിൻ്റെ ആലയമായ ശരീരത്തിൽ ക്യാൻസർ വന്നിരിക്കുന്നു, നിൻ്റെ അവകാശത്തെ അവഗണിക്കരുത്. മൊർദെഖായി പ്രാർത്ഥിച്ച പോലെ നിൻ്റെ അവകാശമാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ആരോടും വാശിയില്ല. ആരെങ്കിലും ചെയ്താൽ ആർക്കിട്ടാ ചെയ്യണേ? എന്നെ ഒരാൾ വേദനിപ്പിച്ചാൽ ആരെ വേദനിപ്പിക്കുന്നത്? എൻ്റെ കർത്താവിനെയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെയാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ നമുക്ക് ആരോടും പരാതിയില്ല. ജീവിതത്തിൽ വന്ന കുരിശിനോട് പരാതിയില്ല, പരാജയത്തോട് ഞാൻ തോൽക്കില്ല. ഞാൻ തോറ്റാൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ തോൽവി ദൈവത്തിൻ്റെതല്ല, ദൈവം അത് നന്മയ്ക്കാൻ മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. അത് പരീക്ഷാ വിജയം മാത്രമല്ല, രോഗശാന്തി മാത്രമല്ല, എല്ലാം നന്മയ്ക്കായി മാറ്റും. ആ നന്മയ്ക്കായി മാറ്റുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവിൻ്റെ മക്കളെ പോലെ അന്തസ്സായി ജീവിക്കണം. അല്ലാണ്ട് ഈ വെറുത്തും വാശിയും പിടിച്ചും എണ്ണിപ്പറക്കി പെറുപെറുത്തും എല്ലായിടത്തും കുറ്റം പറഞ്ഞും ജീവിക്കരുത് കേട്ടാ. അങ്ങനെ അന്തസ്സായിട്ട് ജീവിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. മാത്രമല്ല, ദൈവം നമ്മെ മാനിക്കും, സ്വർഗം മാനിക്കും, എല്ലാവരും നമ്മെ അംഗീകരിക്കും. ഇങ്ങനെയൊക്കെ പോയാൽ ആ സ്വഭാവം നമുക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ സ്വന്തമാക്കി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച മക്കളാണല്ലോ ഞങ്ങൾ. അതിന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങയാൽ നിറയപ്പെട്ട് അങ്ങയാൽ നയിക്കപ്പെടുന്ന അങ്ങയുടെ കരുത്തോടെ അങ്ങയുടെ സ്വഭാവത്തോടെ ജീവിക്കാൻ വേണ്ട അഭിഷേകം ഈ അഭിഷേകത്തിൽ ഈ നാളിൽ ഞങ്ങൾക്ക് നിറച്ചു നൽകണമേ. ക്രിസ്മസിൻ്റെ ചൈതന്യം ഞങ്ങളിൽ അന്വർത്ഥമാകട്ടെ. ജീവിതത്തിലെ കയ്പുകൾ, മുറിവുകൾ, വേദനകൾ, തിരസ്കരണങ്ങൾ എല്ലാം ഞങ്ങൾ അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. അതെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത്. ആ പുതിയ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളെ ഒരുക്കി വിശുദ്ധീകരിച്ച് ഈ പുതുവത്സരത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങൾ തന്നെ പ്രവേശിപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.